നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയ നിലപാടുകൾ പലപ്പോഴും അമേരിക്കയുടെ തന്നെ ഭരണഘടനാപരമായ മൂല്യങ്ങളെയും സ്വാതന്ത്ര്യ പാരമ്പര്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതായാണ് ലോകം കണ്ടത്. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ബന്ദിയാക്കിയതിനു പിന്നാലെ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന തിരുത്തി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്ത് വന്നു കഴിഞ്ഞു. വെനസ്വേലയുടെ ഭരണം ഏറ്റെടുക്കില്ല എന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. വെനസ്വേലയുടെ എണ്ണ വിൽപ്പനയിൽ സമ്മർദ്ദം ചെലുത്തി മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ മാറ്റം കൊണ്ടുവരികയാണ് ലക്ഷ്യം. അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും റൂബോ കൂട്ടിച്ചേർത്തു. മഡൂറോയ്ക്കെതിരായ നടപടിക്ക് ശേഷം വെനസ്വേലയിൽ ദീർഘകാല ഇടപെടലിന് അമേരിക്ക മുതിരുമോ എന്ന മറ്റു രാജ്യങ്ങളുടെ ആശങ്ക ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടാണ് റൂബിയോയുടെ പ്രഖ്യാപനം എന്നാണ് വിലയിരുത്തുന്നത്. വെനസ്വേലയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ഭീഷണികളും അതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ഒരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയെ മനുഷ്യാവകാശങ്ങളുടെ മറവിൽ ഉപയോഗിച്ച് അധികാരമാറ്റം നിർബന്ധിക്കാൻ ശ്രമിക്കുന്നത് സാമ്രാജ്യത്വത്തിന്റെ പഴയ ശീലമാണ്. ഈ പശ്ചാത്തലത്തിലാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പോലും ട്രംപിന്റെ സമീപനത്തിനോട് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഗൗരവമായി വിലയിരുത്തപ്പെടേണ്ടത്. ട്രംപിന്റെ വാക്കുകൾ വെനസ്വേലയിലെ ജനാധിപത്യ പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള യഥാർത്ഥ ശ്രമമല്ല, മറിച്ച് ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കൻ ആധിപത്യം വീണ്ടും ഉറപ്പിക്കാൻ നടത്തിയ രാഷ്ട്രീയ നാടകമാണ് എന്ന് വേണം വിലയിരുത്താൻ. ഉപരോധങ്ങൾ, സാമ്പത്തിക ശ്വാസം മുട്ടിക്കൽ, സൈനിക ഭീഷണികൾ ഇവയൊക്കെയായി ട്രംപ് ഭരണകൂടം സൃഷ്ടിച്ചത് ജനങ്ങളുടെ ജീവിതം തന്നെ തകർത്തെറിയുന്ന മാനവിക ദുരന്തമാണ്. വെനസ്വേലയിലെ പട്ടിണിയും മരുന്നില്ലായ്മയും ഭരണകൂടത്തിന്റെ മാത്രം കുറ്റമല്ല, അതിന് പിന്നിൽ ട്രംപിന്റെ മാക്സിമം പ്രഷർ നയത്തിന്റെ കഠിനമായ കയ്യൊപ്പ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിമർശനങ്ങൾ ട്രംപിന്റെ നയപരമായ പരാജയം തുറന്നുകാട്ടുന്നതാണ്. ജനാധിപത്യത്തെ രക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്ന ട്രംപ് യഥാർത്ഥത്തിൽ രാജ്യങ്ങളുടെ സ്വയം നിർണയാവകാശത്തെ പോലും ചവിട്ടി മെതിക്കുകയാണ് ചെയ്തത്. അത് അമേരിക്കയുടെ അന്താരാഷ്ട്ര വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന പ്രവൃത്തിയാണ് എന്ന് ഈ വിവാദം ഓർമ്മിപ്പിക്കുന്നു. മഡൂറോയെയും ഭാര്യ സീലിയെയും ബന്ദിയാക്കിയതിനു പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. വെനസ്വേല ഇനി അമേരിക്ക ഭരിക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. മികച്ച ഭരണം എന്താണെന്ന് വെനസ്വേല ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത നീക്കമാണ് അമേരിക്ക നടത്തിയതെന്നും ശരിയായ ഭരണ കൈമാറ്റം നടക്കുന്നത് വരെ വെനസ്വേല US ഭരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പത്രസമ്മേളനത്തിനായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന. അതേസമയം മഡൂറോയ്ക്കെതിരായ നടപടിക്കു പിന്നാലെ വെനസ്വേലയിൽ വ്യാപക സംഘർഷമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നടന്ന സംഘർഷങ്ങളിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. വെനസ്വേല വിഷയം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. മയക്കുമരുന്നുകൾ കടത്തുന്നുണ്ട് എന്നാരോപിച്ച് മഡൂറോയെ മാസങ്ങളായി വേട്ടയാടിയ ശേഷമാണ് രാജ്യത്ത് അതിക്രമിച്ചു കടന്ന് അമേരിക്ക അദ്ദേഹത്തെയും ഭാര്യയെയും ബന്ദിയാക്കിയത്. ശനിയാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം 2-ന് US സേനയുടെ ഭീകരവിരുദ്ധ സേനയായ ഡെൽറ്റ ഫോഴ്സ് ആണ് മഡൂറോയെയും സീലിയെയും ബന്ദിയാക്കിയത്. കിടപ്പുമുറിയിൽ അതിക്രമിച്ചു കടന്നായിരുന്നു നടപടി. ഇതിന് തൊട്ടു മുൻപ് വെനസ്വേലയ്ക്ക് നേരെ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു മഡൂറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയ വിവരം ട്രൂത്ത് സോഷ്യലിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. ബന്ദിയാക്കിയതിനു പിന്നാലെ മഡൂറോയെയും സീലിയെയും ന്യൂയോർക്കിൽ എത്തിക്കുകയും അവിടെ നിന്ന് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ബ്ലൂക്ലിൻ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. മഡൂറോയ്ക്കെതിരെ കടുത്ത വകുപ്പുകളാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. നാർക്കോ ടെററിസം ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി ഗൂഢാലോചന, യന്ത്രത്തോക്കുകളും വിനാശകരമായ ഉപകരണങ്ങളും കൈവശം വെക്കൽ, US-നെതിരെ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് മഡൂറോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മഡൂറോയെ ഇന്ന് മാൻഹട്ടൻ കോടതിയിൽ ഹാജരാക്കും. വെനസ്വേലയുടെ ഭാവി വെനസ്വേലൻ ജനങ്ങൾ തീരുമാനിക്കണം. വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത്. ഈ അടിസ്ഥാന സത്യം അംഗീകരിക്കാൻ തയ്യാറാക്കാത്ത ട്രംപിന്റെ രാഷ്ട്രീയ പൈതൃകം അധികാര ദുരുപയോഗത്തിന്റെ ഒരു കറുത്ത അധ്യായമായി മാത്രമേ ചരിത്രത്തിൽ നിലനിൽക്കൂ.